ഹലോ മൈ ഗായ്സ്, ഇനി നമ്മൾ അൽക്കോർ പാർക്കിൽ വന്നിക്കാണ്. ഞാൻ ആദ്യം തന്നെ അടുത്ത സൂന്റെ സെക്ഷനിലേക്കാ പോയത്. അതിന്റെ ഉള്ളിൽ കയറിയ പാടെ നമുക്ക് ഒരു ഒന്നാം തരം സിംഹത്തിനെ കാണാൻ പറ്റി. ശേഷം പുലിമുരുകനിലുള്ള കടുവേനെ കണ്ട് അതിന്റെ ഒരു നടത്തം തന്നെ നോക്കി നോക്ക്. പിന്നെ ഞാൻ ചീറ്റേനെ കണ്ടിക്ക്, വൈറ്റ് ടൈഗറിനെ കണ്ടിക്ക്, പിന്നെ ചീറ്റേനെ പോലെ തന്നെയുള്ള ഒരു വേറെ മൃഗത്തിനെയും കണ്ടിക്ക്. ശേഷം നമ്മൾ കുരങ്ങന്മാരുടെ സെക്ഷനിലേക്കാ പോയത്. ആടെ ഞാൻ കുറെ വെറൈറ്റി ടൈപ്പ് കുരങ്ങന്മാരെ കണ്ടിക്ക്. കറുപ്പും വെളുപ്പും കാപ്പിയും എല്ലാ കളറിലെ കുരങ്ങനും ആടെ ഉണ്ട്. പിന്നെ ഞാൻ ആടെ ഒരു കുറുക്കനെ കണ്ടിക്ക്. ശേഷം പക്ഷികളെ സെക്ഷനിലേക്ക് കയറി നോക്കുമ്പോൾ ആടെ സാധാ മയിലിനെയും വെറൈറ്റി ആയിട്ടൊരു വെള്ള കളറുള്ള മയിലിനെയും ഞാളാടെ കണ്ടിക്ക്. ബേർഡ്സിന്റെ സെക്ഷനിൽ നടു പോയി നല്ലാടുള്ള ഒരു ആംബിയൻസ് വേറെ തന്നെ ഒരു വൈബാണ്. നല്ല അടിപൊളി ആകാശവും മരത്തിന്റെ ചില്ലയിലെല്ലാം മയിലും വെള്ളത്തിൽ ഇടക്കെല്ലാകുമ്പോ ഒരു വേറെ തന്നെ ഒരു വൈബ്. ഞാളാടുന്ന് ഇറങ്ങുമ്പോൾ പീലി പൊക്കിയിട്ടുള്ള മയിലിനെയും കണ്ടിക്ക്. എന്റെ അടിപൊളി ആംബിയൻസ് കാണാൻ ഇവരെല്ലാരും ഉണ്ട്. അങ്ങനെ ബേർഡ്സിന്റെ സെക്ഷൻ ഇറങ്ങിയതിന് ശേഷം നാളെ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി. ആടെയുള്ള തൊട്ട പശു മാനും ആടും എല്ലാം അപ്പൊ കഴിഞ്ഞെല്ലാം കണ്ടിട്ട് എല്ലാം സന്തോഷമായിക്ക്. പിന്നെ ഞാൻ ആടെയുള്ള ആടിന് തീറ്റ കൊടുത്ത്. ആന്റെ കൈ കടിക്കുമെന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്നെ കടിച്ചിട്ടില്ല. പിന്നെ ഞാൻ മുന്നോട്ടേക്ക് നടന്നു നോക്കുമ്പോൾ ആടെ സീബ്രേനെയും ആനേനെയും എല്ലാം കണ്ടിക്ക്. പിന്നെ നമ്മൾ അതിന്റെ അപ്പുറത്തുള്ള ഒരു ഗുഹേന്റെ ഉള്ളിൽ കയറി നോക്കി. ആടെ കയറി നോക്കുമ്പോൾ ഒരു മഴ പെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയതാ. ഇജാതി ആംബിയൻസ് ഞാൻ പ്രതീക്ഷിക്കില്ല. സംഭവം ഗുഹേന്റെ ഉള്ളിൽ മഴ പെയ്യുന്ന സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചാണ്. എന്തായാലും അടിപൊളിയാക്കി. പിന്നെ ആൾ അതിന്റെ ഉള്ളിൽ കുറെ മൃഗങ്ങൾ കണ്ടിക്കോ, പക്ഷെ അതിന്റെ ഒന്നും പേരം കറഞ്ഞൂടാ. അങ്ങനെ ആൾ അൽക്കോർ പാർക്കിൽ ഇറങ്ങിയതിന് ശേഷം ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അരോമ റെസ്റ്റോറന്റിലേക്ക് പോയി. അങ്ങനെ ആടുന്ന് ഞാൾ പൊറാട്ടയും മീൻ പൊളിച്ച് നല്ല ബാർബിക്യൂ തിന്ന്. ഫോളോ ചെയ്ത് അതിനും കാണാം. അപ്പൊ എന്നൊക്കെ ബൈ.